UDF സർക്കാരുകളുടെ കാലത്തെയും ഏറ്റവും ഒടുവിലത്തെ 2 LDF സർക്കാരുകളുടെ കാലത്തെയും താരതമ്യം ചെയ്ത് ഈ കാലത്ത് സംഭവിച്ച നേട്ടങ്ങളെ ഉയർത്തിപ്പിടിക്കാനുള്ള LDFന്റെ രാഷ്ട്രീയ തീരുമാനം സർക്കാർ വഴി നടപ്പാക്കപ്പെടുന്നു. ആ തീരുമാനത്തിന്റെ പ്രചാരണം സർക്കാർ വഴി നടപ്പാക്കപ്പെടുന്നു എന്നതാണ്. ഇതിലെ രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്, നിയമപരമായ ഒരു പ്രശ്നവുമുണ്ട്. സുപ്രീം കോടതി 2015 പുറപ്പെടുവിച്ചൊരു വിധിയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ട വെച്ച് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സർക്കാർ പരസ്യങ്ങൾ ഉപയോഗപ്പെടുത്തരുത് എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വരാത്തത് കൊണ്ട് ഇത് നേരിട്ടുള്ള നഗ്നമായ നിയമലംഘനമായി കണക്കാക്കപ്പെടുകയില്ല. പക്ഷേ രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. ഗവൺമെന്റിന് മുന്നിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും പണത്തിൻ്റെയും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒക്കെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പുതിയ പ്രവണത സമീപകാലത്ത് ഇന്ത്യയിലെ പല മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ചെയ്യുന്ന കാര്യമാണത്. സർക്കാരിൻ്റെ മുഴുവൻ മെഷീനറിയും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നേരിടുക എന്ന അങ്ങനെ ഒരു രാഷ്ട്രീയമായ അധാർമികത അതിന് പിന്നിലുണ്ട്.